ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലായുടെ സമാനതകളില്ലാത്ത ജൈത്രയാത്രയിൽ സാന്നിധ്യം വഹിക്കുന്ന മഹത് വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പുതിയ സീരീസാണ് ദ ബാക്ക് ബോൺ ഓഫ് ബ്രില്യൻറ്റ്. ബ്രില്യൻറ്റിൻ്റെ നെടുന്തൂണ് എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു മഹത് വ്യക്തിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. ആരാണ് നമുക്കൊന്ന് കണ്ടാലോ? വാ. നമസ്കാരം. ബ്രില്യൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പം 4 പതിറ്റാണ്ടായി എന്ന് നമുക്കറിയാം. ഈ ആദ്യത്തെ കാലഘട്ടം മുതൽ, അതായത് 1984 ബ്രില്യൻറ്റ് ആരംഭിച്ചപ്പോൾ മുതൽ ഇന്ന് വരെ റോയ് തോമസ് സാർ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പേരൻ്റ് ഒരു കുഞ്ഞിൻ്റെ വളർച്ച കാണുന്നത് പോലെ ബ്രില്യൻറ്റിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസും കണ്ടൊരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന റോയ് തോമസ് സാർ. സാറിനെ പറ്റിയും അതുപോലെ തന്നെ ഈ വീടിനെ പറ്റിയും പറയുകയാണെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസിനെയും പറ്റിയുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരു വീട് കൂടിയാണിത്. അതെല്ലാം സാർ നമ്മളെ വഴിയെ കാണിച്ചു തരും. അത് മാത്രമല്ല, സാറിനെ പറ്റിയുള്ള വിശേഷണങ്ങൾ ഇഷ്ടം പോലെയാണ്. ബിക്കോസ് നമുക്കറിയാം, നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ അമരക്കാരനാണ്. അതുമാത്രമല്ല, വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും ഒരേപോലെ പ്രിയങ്കരനായൊരു അധ്യാപകൻ കൂടിയാണ്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ ബ്രില്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ സാറിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം. നാൽപ്പത് വർഷത്തെ പാരമ്പര്യമായ നമ്മുടെ പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ഒപ്പം നടന്ന ആളാണ് നമ്മുടെ റോയ് സർ. അപ്പം നമുക്കറിയാം, ബ്രില്യൻറ്റിൻ്റെ ഓരോ വളർച്ചയും കണ്ട ഒരാളാണ് റോയ് സർ. അപ്പം സർ, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയി അവിടെ വന്നപ്പോൾ മുതലുള്ള ബ്രില്യൻറ്റിലെ കാര്യങ്ങളൊന്ന് ഓർത്ത് പറയാമോ? നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്ത് പറയാമെന്ന് പറയുമ്പോൾ, നമുക്ക് 1984 നമുക്കറിയാം, വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ബ്രില്യൻറ്റ് ആരംഭിച്ചത്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു ക്ലാസ് റൂമിൻ്റെ, ശരിക്കും നമ്മുടെ D ബ്ലോക്കിലെ അല്ലെ A ബ്ലോക്കിലെ ഒരു ക്ലാസ് റൂമിൻ്റെ വലിപ്പം പോലും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനില്ലായിരുന്നു. അപ്പം എല്ലാ തരത്തിലുള്ള കൺസ്ട്രൈൻസും വന്ന് ബ്രില്യൻറ്റിനുണ്ടായിരുന്നു. നല്ല ബോർഡില്ലായിരുന്നു, നല്ല നോട്ട്സ് ഇല്ലായിരുന്നു, റെഫർ ചെയ്യാൻ നമുക്ക് ബുക്കില്ലായിരുന്നു. എന്നാൽ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ അവരുടെ ഡെഡിക്കേഷനും അന്ന് നമുക്ക് കിട്ടിയ ആ ടീമിൻ്റെ അവരുടെ ഹാർഡ് വർക്കും അതെല്ലാം കൊണ്ട് നമുക്ക് ബ്രില്യൻറ്റിനെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. അന്ന് ഇതുപോലെ നമുക്ക് ഒരു സാഹചര്യവും ഇല്ലല്ലോ. അപ്പോൾ ആ സാഹചര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെയും ടീമിൻ്റെയും ഹാർഡ് വർക്ക് മൂലം നമുക്കിന്ന് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയാണല്ലേ നമ്മൾ? തീർച്ചയായിട്ടും തുടങ്ങി. നമുക്ക് ഒരു ചെറിയൊരു ഒരു കടുകുമണി നമുക്ക് പറയാം. അതിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ലോകം മുഴുവൻ, കേരളം മുഴുവനല്ല, ഇന്ത്യ മുഴുവനല്ല, ലോകം മുഴുവൻ ബ്രാഞ്ചസ് ഉള്ള ഒരു വലിയ വർഷമായിട്ട് തന്നെ ബ്രില്യൻറ്റ് വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കോട്ടയം നഗരത്തിലെ ഒരു കൊച്ചു പട്ടണം പാല എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡായിട്ട്, ഒരു ബ്രാൻഡ് നെയിമായിട്ട് പാല ബ്രില്യൻറ്റ്. ലോകത്ത് എവിടെ മലയാളി സമൂഹങ്ങളുണ്ട് അവിടെയൊക്കെ ബ്രില്യൻറ്റ്. ഒരു സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് മുതൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ പിള്ളേരുള്ള ഏത് മലയാള സമൂഹം, അത് ലോകത്തിൽ എവിടെയായിട്ട് അവിടെയൊക്കെ ബ്രില്യൻറ്റ് ചർച്ചാ വിഷയമാണ്. ബ്രില്യൻറ്റ് എന്നൊരു വാക്ക് അവർക്കറിയാം. അതെ.
അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാർ ആ ഒരു വളർച്ച കണ്ട ഒരാളാണ്. തീർച്ചയായിട്ടും വളർച്ച കണ്ട ഒരു ബ്രില്യൻ്റ്. അൽഫൻസ കോളേജിന് എതിർവശത്ത് നിന്ന് സെൻറ്റ് തോമസ് കോളേജിന് എതിർവശത്തേക്കുള്ള സയൻസ് അക്കാഡമി ബിൽഡിങ്ങിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ സിറ്റി കൊട്ടാരം ക്യാമ്പസിലേക്ക് വരുന്നു. അവിടെ നമുക്ക് 2005 ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു. അതിന് 2006 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ എ ബ്ലോക്ക് പണിത് വരുന്നു. അപ്പോൾ എ ബ്ലോക്ക് പണിതപ്പം പോലും വളരെ ചെറിയ ഒരു സെറ്റപ്പിലാണ് നമ്മളത് പണിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് ബി ബ്ലോക്ക് ആകുന്നു, സി ബ്ലോക്ക് ആകുന്നു. പിന്നെ നമ്മൾ ബാക്കി സെൻറ്ററുകളിൽ നമ്മൾ സാറ്റലൈറ്റ്, അന്ന് നമ്മളതിനെ വിളിച്ചിരുന്ന സാറ്റലൈറ്റ് കോച്ചിങ് സെൻറ്റർ എന്നായിരുന്നു. തൊടുപുഴ, ആനക്കല്ല്, തെങ്ങണ ഇങ്ങനെയൊക്കെ തുടങ്ങി അവസാനം എറണാകുളത്ത് നമ്മുടെ ക്യാമ്പസായി ഡി ബ്ലോക്ക് വന്നു. ഇപ്പം നമുക്ക് കേരളത്തിൽ ഏകദേശം 8 ക്യാമ്പസുകളുണ്ട്. ഏകദേശം കേരളത്തിൽ 8 ക്യാമ്പസായിട്ട് വളർന്നെങ്കിൽ അതൊരു ഒരു കണ്ടിന്യൂസ് യാത്ര തന്നെയായിരുന്നു. അത് നമ്മുടെ ബ്രോഷറിലൊക്കെ നമ്മൾ പറയല്ലോ, ഫോർ ബ്രില്യൻ സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ജേർണി. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ 2024. അപ്പം സാറിനറിയാം, നമുക്കപ്പം ആദ്യം മുതലുള്ള സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എന്നാ പറയുന്നത്, നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ആ ഒരു വളർച്ച ഒരു കണ്ടിന്യൂസ് ജേർണി ആയിട്ട് തന്നെ പോവുകയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ക്വാളിറ്റിയിലൊരു സാക്രിഫൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പിന്നോക്കം പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വർഷം നമുക്ക് മാക്സിമം 40 പിള്ളേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് 50 പിള്ളേർ വരുമായിരുന്നു. അപ്പം നമുക്ക് സ്ക്രീനിങ് നടത്തി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഓരോ വളർച്ചയുടെ സമയത്തും നമുക്ക് അക്കോമഡേറ്റ്, നമ്മൾ എത്ര 40 നിന്ന് 100 ആക്കിയപ്പോൾ 150 പേര് വരാൻ തുടങ്ങി. അത് നമ്മൾ 500 പേർക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയപ്പോൾ 1000 പേര് വരാൻ തുടങ്ങി. അത് നമ്മുടെ ആ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഒരു വർഷം പോലും നമ്മൾ വിജയം എന്ന് പറഞ്ഞാൽ പുറകോട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്തത്. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ IIT എന്ന് പറയുന്നൊരു സ്വപ്നം കാണാൻ തുടങ്ങിയത് ബ്രില്യൻ്റ് ഇതിന് മാത്രം ഒരു സപ്പോർട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ്. തീർച്ചയായിട്ടും അത് ഞാൻ നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഹിസ്റ്ററി പലതവണ ഹിസ്റ്ററി ഓഫ് ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ 1-2 സീരീസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി കേരളത്തിലെ IIT ഹിസ്റ്ററിയെ തന്നെ 2 എറ ആയിട്ട് തിരിക്കാം. പ്രീ ബ്രില്യൻ്റ് എറ എന്നും പോസ്റ്റ് ബ്രില്യൻ്റ് എറ. പ്രീ ബ്രില്യൻ്റ് എറയിൽ എന്ന് പറഞ്ഞാൽ 2012 നമ്മൾ ഇൻഡിപെൻഡൻറ്റ് IIT വിങ് തുടങ്ങുന്നത്. അതിന് മുമ്പ് കേരളത്തിലെ ഏകദേശം ഒരു 100 പേർക്ക് 100 IITians കേരളത്തിലുണ്ടായി കാണുമോ എന്ന് സംശയമാണ്. ഹോൾ അത് പ്രീ ബ്രില്യൻ്റ് എറയിൽ. അതിനുശേഷം ബ്രില്യൻ്റ് വന്നതിന് ശേഷം ഇപ്പം നമുക്കറിയാം ഒരു വർഷം തന്നെ നമുക്ക് 100-500 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകളെ നമുക്ക് IITയിലേക്ക് വിടാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് IIT എന്ന ഒരു സങ്കല്പം തന്നെ നമ്മുടെ പിള്ളേരുടെ മനസ്സുകളിലേക്ക് വന്നത് തന്നെ ബ്രില്യൻ്റ് വന്നതിന് ശേഷമാണ്. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷണൽ സെക്ടറിൽ തന്നെ ഭയങ്കര ഒരു റെവല്യൂഷൻ ആയിരുന്നു ബ്രില്യൻ്റ് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ സാധാരണ നമ്മുടെ ഈ കോട്ടയം ഇടുക്കി ഭാഗത്തൊക്കെയുള്ള കൂടുതലും കർഷകരാണ്. ഇവരുടെ മക്കൾ ഈ MBBS അങ്ങനെയൊന്നുള്ള സങ്കല്പങ്ങളൊന്നും ആർക്കും ഇല്ലായിരുന്നു. അത് ഒരു ഇത് കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, BEd എടുക്കുന്നു, TTC എടുക്കുന്നു, ടീച്ചിങ് മേഖലയായിരുന്നു നമ്മുടെ ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത്. പക്ഷെ അത് മാറി നമുക്ക് സാധാരണക്കാർക്കും MBBS അല്ല IIT അല്ല നല്ല എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കൈപ്പിടിയിൽ നിൽക്കും എന്ന് കാണിച്ചു കൊടുത്തത് ബ്രില്യൻ്റാണ്. അതുപോലെ ബ്രില്യൻ്റ് അതുപോലെ ചാരിറ്റി വർക്ക്സ്, ബ്രില്യൻ്റ് ഡയറക്ടേഴ്സ്, അതുപോലെ നമുക്ക് കാശില്ലാത്തവരാണെങ്കിൽ അവർ എത്ര 1 പൈസ ഇല്ലെങ്കിൽ പോലും അവരൊക്കെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് നിർത്തി. അത് ആദ്യകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ജോർജ് സാറൊക്കെ അതിനകത്ത് പ്രത്യേക താല്പര്യം കാണിക്കുമായിരുന്നു. ഒരു മെഡിക്കൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് പഠിപ്പിച്ച് അവരിലൂടെയായിരുന്നു നമ്മളൊക്കെ, അവരായിരുന്നു നമ്മുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അതെ, ഒരിക്കലും ബ്രില്യൻ്റ് നമുക്കിങ്ങനൊരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരുവിധ അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് വളരെയധികം കുറവായിരുന്നു. നമ്മുടെ ശരിക്കും അംബാസഡേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു. നമ്മുടെ റിസൾട്ട്സ് ആയിരുന്നു നമ്മുടെ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ് ഇവിടുന്ന് പഠിച്ചിട്ട് പോയാൽ ആ സ്റ്റുഡൻറ്റിൻ്റെ ഫാമിലിയിലോ ബന്ധുക്കാരുമായിട്ടുള്ള എല്ലാവരും ഇവിടെ തന്നെ വരും. സാധാരണ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും പൂട്ടിപ്പോയത് അതുകൊണ്ടാണ്.
ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന് 10 രൂപ കൊടുത്തെങ്കിൽ ആ 10 രൂപയ്ക്ക് അവന് അതിൻ്റെ പ്രയോജനം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവൻ്റെ ഫാമിലിയിൽ നിന്ന് ആരും ഇങ്ങോട്ട് അയക്കില്ല. അത് ഇവിടെ വരുന്ന ബ്രില്യൻ്റായ പിള്ളേരെല്ലാം ഇവിടെ നിന്ന് കാശ് വാങ്ങിച്ചാണ് പോകുന്നത്. അപ്പം അവർക്ക് ഇങ്ങോട്ട് ഫീസ് കൊടുക്കണ്ടെന്ന് മാത്രമല്ല ഇവിടെ നിന്ന് കാശ് സ്കോളർഷിപ്പായിട്ട് വാങ്ങിച്ച് വരുന്ന ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും കുട്ടികൾക്കും അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. തീർച്ചയായിട്ടും കുട്ടികൾക്കും അതൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അത് അവരിലൂടെ ഇങ്ങനെ കൺവേ ചെയ്യപ്പെട്ടാണ് ഇത്. അതായിരുന്നു ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ പരസ്യം. ഇപ്പോഴാണ് നമ്മളിങ്ങനെ ഫുൾ പേജ് പരസ്യങ്ങളൊക്കെ പത്രത്തിൽ കൊടുക്കാനായിട്ട് തുടങ്ങി. അതുവരെ നമുക്ക് 2005 ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് റാങ്കിൽ. അന്നാണ് നമ്മൾ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആദ്യമായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അകത്ത് എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനേ നമുക്ക് പറ്റുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഒരു ബ്രാൻഡ് നെയിമായിട്ട് ബ്രില്യൻറ്റ് വളർന്നു. അപ്പം ഞങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് സാറിന് ഈ പറയുന്ന കുറേയധികം സാധനങ്ങൾ, അതായത് ബ്രില്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം ചരിത്രരേഖകൾ സാറിൻ്റെ കയ്യിലുണ്ട്. അതുമാത്രമല്ല ഒത്തിരി ആൻറ്റിക്സ് സാർ കളക്ഷൻ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും ബ്രില്യൻറ്റിൻ്റെ ഒരു ചരിത്രം അറിയാനായിട്ട് അത് നമ്മളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ആ ഒരു എങ്ങനെയാണ് സാർ അങ്ങനെ ഒരു കളക്ഷൻ, ഒരു ആൻറ്റിക്സ്? അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പണ്ടേ എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അപ്പം പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിപ്പിക്കുമ്പം ഒരു സാറ് ഒന്ന് പറഞ്ഞ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ചരിത്രം എന്താണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നത് മനുഷ്യൻ പഠിക്കുന്നില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ശരിയാണല്ലോ എന്ന് തോന്നി. ചരിത്രം പഠിപ്പിക്കുന്നത് എന്താണെന്ന് മനുഷ്യൻ പഠിക്കുന്നില്ല എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പം ചരിത്രം ഹിസ്റ്ററി അത് ഒന്ന് കുറച്ച് താല്പര്യം എനിക്ക് തോന്നി. അപ്പം ഞാൻ ഓരോ കാലഘട്ടത്തിലെയും സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അതുകൊണ്ടാണ് ബ്രില്യൻറ്റിൻ്റെ ചരിത്രം ഒരു പരിധി വരെ. ഫസ്റ്റ് റാങ്ക് കിട്ടിയ നിനോയുടെ പടം ബ്രില്യൻ ഡയറക്ടേഴ്സ് തപ്പി അവസാനം അത് ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ടില്ല ഒരു ഫോട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ബ്രോഷറിൻ്റെ ഏറ്റവും പുറകിൽ കഴിഞ്ഞ ഇപ്പോൾ 21 ഫസ്റ്റ് റാങ്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ 2023 വരെ 21 ഫസ്റ്റ് റാങ്കുകൾ നമുക്ക് കേരള എഞ്ചിനീയറിംഗ് മെഡിക്കലായി ഈ 20 പേരുടെയും ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ് ഇപ്പം നമ്മൾ അതടിക്കുന്നത്. അതുപോലെ ആദ്യത്തെ ബ്രോഷർ മുതലെല്ലാം എൻ്റെ ഓഫീസിലുണ്ട്. അത് ഞാൻ കാണിക്കാം. 50 വർഷം പഴക്കമുള്ള ചില ന്യൂസ് പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ഞാൻ കാണിക്കാം. എൻ്റെ ഓഫീസിലുണ്ട്. അത് 50 വർഷം അതിൽ കൂടുതലും ഒക്കെ പഴക്കമുള്ള ന്യൂസ് പേപ്പേഴ്സ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബിയായിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നീടുള്ള ജനറേഷന് അതൊരു പ്രത്യേകിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്കൊന്ന് എഴുതാനായിട്ട് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങൾ ഒരുപാട് പ്രയോജനപ്പെട്ടു. അത് ബ്രില്യൻ ഡയറക്ടേഴ്സ് അംഗീകരിച്ച് തന്നിട്ടുള്ളതുമാണ്. അതല്ലേ, അതെ, നമുക്ക് ഒരു ആധികാരികമായിട്ടൊരു ഡേറ്റ, ഒരു ഒഫീഷ്യൽ ഡേറ്റ, എന്നാ ഡോക്യുമെൻ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മളെക്കുറിച്ച് ഒരു അവകാശവാദങ്ങളും നമ്മൾ വെറുതെ ഉന്നയിക്കുകയല്ല. നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. ആ ഡോക്യുമെന്റ്സ് വെച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ സാർ, നമ്മൾ ബ്രില്യനിലെ വിശേഷങ്ങൾ അറിഞ്ഞു. സാറിൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എൻ്റെ കൂടെ നമ്മുടെ ഈ സീരീസിൻ്റെ പേര് തന്നെ ബാക്ക് ബോൺസ് ഓഫ് ബ്രില്യൻ്റ് തന്നെ. അപ്പം എന്നെ സംബന്ധിച്ച് ശരിക്കും എൻ്റെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ നിന്ന് എൻ്റെ ഭാര്യയാണ്. ഇപ്പോഴും ഞാൻ കൂടുതൽ പുറത്തേക്ക് അധികം സെൻറ്റേഴ്സിലേക്ക് പോകുന്നില്ല. മറ്റ് സമയങ്ങളിൽ ഞാൻ രാവിലെ വെളുപ്പിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് പോയെങ്കിലും എൻ്റെ കൂടെ നിന്ന് അപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ബ്രില്യൻറ്റിൻ്റെ ആദ്യം മുതലുള്ള എല്ലാ ചരിത്രങ്ങളും അറിയാവുന്നത് കൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 7 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 7 മക്കളും അവരുടെ ലൈഫ് പാർട്ട്നേഴ്സും കൂടെ 14 പേര്. അപ്പം 14 പേരിൽ 11 പേരും ടീച്ചേഴ്സാണ്. ഒരു എൻ്റെ പപ്പ അധ്യാപകനായിരുന്നു. അപ്പം ഞങ്ങളൊരു എല്ലാവരും തന്നെ അധ്യാപകരായിട്ട്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ടീച്ചിങ്ങിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് കൂടുതൽ കാരണം അതല്ലേ. അപ്പം അല്ലെങ്കിലും ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു അധ്യാപക കുടുംബമായിരുന്നു. പിന്നെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് ഗവൺമെൻറ് സർവീസായിരുന്നു, റിട്ടയർ ചെയ്തു. 2-3 വർഷമായി റിട്ടയർ ചെയ്തിട്ട്. എനിക്ക് 2 പെൺമക്കളാണ്. മൂത്ത മോളെ കാഞ്ഞിരപ്പള്ളി മടക്കുകുഴിയിൽ കെട്ടിച്ചയച്ചിരിക്കുന്നു. അവർ ബാംഗ്ലൂർ സെറ്റിൽഡാണ്.
ഇളയ മോള് അവളിപ്പോൾ MCOM കഴിഞ്ഞതേ ഉള്ളൂ. അവൾ MCOM കഴിഞ്ഞ് EY ഏണസ്റ്റ് ആൻഡ് യങ് എന്ന കമ്പനിയിൽ അവൾ ടാക്സ് അനലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഇൻഫോ പാർക്കിലാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, ആഴ്ച 2 ദിവസം പോയാൽ മതി, ബാക്കി വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. ഇന്നിപ്പോൾ അവൾക്കൊരു മീറ്റിംഗ് നടക്കുകയാണ്, അതുകൊണ്ടാണ് വരാത്തത്. ഇതല്ല. ഓക്കെ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സപ്പോർട്ട് സാറ് പറഞ്ഞു. കാരണം എല്ലാവരും പലപ്പോഴും പല ആൾക്കാരും ഒരു കംപ്ലൈൻറ്റ് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് അത്ര കണ്ടൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ പറയുന്ന പോലെ സാറ് എടുത്തു പറഞ്ഞു, സാറിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് ടെസി മാഡം ആണെന്നും. അപ്പം ആ ബാക്ക് ബോൺ ആയിട്ട് നിന്ന് സാറിന് ഇത്രയധികം സപ്പോർട്ട് കൊടുത്തു. സാറ് ഇന്നിവിടെ നമ്മുടെ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് ഞങ്ങളെ എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഒത്തിരി സന്തോഷം സർ. കാരണം നമ്മുടെ കുടുംബത്തിന്റെ ആ ഒരു മഹത്വം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ടീച്ചിങ് ഒരു ഇതുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ. പ്രൊഫഷണൽ വൈസാണെങ്കിലും സാറിനൊരു സപ്പോർട്ട് അല്ലേ? യെസ്. അപ്പം സാർ അതുപോലെ തന്നെ പിന്നെ വൈഫും അത് മാത്തമാറ്റിക്സ് തന്നെയായിരുന്നു, MSc മാത്തമാറ്റിക്സ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം തന്നെ ഒരു ക്ലാരിഫൈ ചെയ്ത് പോകാനും സാധിക്കുമായിരുന്നു. അപ്പം എല്ലാ തരത്തിലും ഒരു കംപ്ലീറ്റ് സപ്പോർട്ട്. നമ്മൾ ഉപയോഗിച്ച വാക്ക് വളരെ കറക്റ്റാണ്, ബാക്ക് ബോൺ. യെസ്. അപ്പോൾ സാർ അതുപോലെ തന്നെ ഇപ്പം സാറിപ്പം ബ്രില്യൻറ്റിൻ്റെ ആദ്യകാലം മുതലുണ്ട്. അപ്പം അന്ന് തുടങ്ങി ഇന്ന് വരെ ബ്രില്യൻറ്റിൽ എന്താണ് ഒരു മാറ്റമില്ലാതെ സാറ് കണ്ടിരിക്കുന്നത്? മാറ്റമില്ലാതെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഹാർഡ് വർക്കുമാണ്. നമുക്ക് ആദ്യകാലത്ത് അവരെങ്ങനെയാണോ അവർ ടീച്ചേഴ്സിനോട് സഹപ്രവർത്തകരോട് പെരുമാറിയിരുന്നത്, ഇന്ന് വളരെ തിരക്ക് പിടിച്ച മനുഷ്യരല്ലേ, പക്ഷെ ഇന്നും അവർക്ക് ടീച്ചേഴ്സിനുള്ള ആറ്റിറ്റ്യൂഡ് അത് തന്നെയാണ്. ഒരിക്കലും അവർ ആ ഒരു കാര്യത്തിൽ മാറിയിട്ടില്ല. അതുപോലെ ആദ്യകാലം മുതൽ അവർ ചാരിറ്റി വർക്ക്സ്, ഇപ്പം എന്തെങ്കിലും ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ ഇൻകം കൂടുന്നതനുസരിച്ച് അവരതിൻ്റെ പ്രൊപ്പോർഷനും കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം അത് ബാക്കി സാറുമാരും പറയാറുണ്ട്, പ്രത്യേകിച്ച് KV അബ്രഹാം സാറൊക്കെ പറയാറുണ്ട്. ആ ഒരു സപ്പോർട്ട്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് തീർച്ചയായിട്ടും. പിന്നെ മാറ്റമില്ലാതെ കാണുന്ന വേറൊരു കാര്യം, നമുക്ക് ഒരിക്കൽ പോലും നമ്മുടെ സക്സസ് സ്കെയിൽ പുറകോട്ട് വന്നിട്ടില്ല ഒരു വർഷം പോലും. അത് കഴിഞ്ഞ 40 വർഷമായിട്ടും ബ്രോഷർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ എല്ലാ വർഷം ബ്രോഷറിൽ നമുക്ക് ഇതിൻ്റെ ബാർ ഡയഗ്രം നമുക്ക് ഇതുണ്ടായിരുന്നു. ഈ ബാർ ഡയഗ്രത്തിൽ നമ്മൾ ഒരിക്കൽ പോലും ഇതിൻ്റെ ഒരു ബാർ പോലും താത്തു വരയ്ക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാ വർഷം കണ്ടിന്യൂസ് ആയിട്ട് മാറ്റമില്ലാതെ നിൽക്കുന്ന മാറ്റങ്ങൾ മാത്രമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഗ്രാഫ് എനിക്ക് എല്ലാ വർഷം വരയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ബ്രില്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസ്, എല്ലാ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇങ്ങനെ ബ്രില്യൻറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ ആദ്യകാലം മുതൽ ഇപ്പം വരെ മാറ്റമില്ലാതെ തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെ സർ, നമുക്കൊരു മാറ്റം വന്നേക്കുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മുടെ നോളജ് ഫീൽഡാണ്. നോളജ് ഫീൽഡ് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ നമുക്ക് ഗൂഗിൾ സെർച്ച് ഇല്ല, നല്ല ലൈബ്രറി ഇല്ല. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ മാറി. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മാറ്റമായിരുന്നത്. നമുക്ക് പിള്ളേർ ഇവിടെ വന്നില്ലെങ്കിൽ പോലും നമുക്ക് കുട്ടികളെ ഇഫക്റ്റീവായിട്ട് പഠിപ്പിക്കാം. നമ്മുടെ ഇൻട്രാക്റ്റീവ് ബോർഡ്സും ഇതുമെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കുട്ടികളെ ഇഫക്റ്റീവായിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ പോലും പഠിപ്പിക്കാൻ സാധിക്കും എന്നത് ഒരു അന്നത്തെ കാലത്ത് നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആദ്യകാലത്തെ അഡ്മിഷൻ നടക്കുമ്പോൾ കുട്ടികൾ ഇവിടെ വരണമായിരുന്നു. അവർ ബ്രോഷർ വാങ്ങിച്ച് ആദ്യം നമ്മുടെ അഡ്മിഷൻ ഫോമും വാങ്ങിച്ച് പോയി ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് തന്നു. പിന്നെ നമ്മുടെ അഡ്മിഷൻ ടെസ്റ്റ് എഴുതി, അല്ലെങ്കിൽ നമ്മൾ മാർക്ക് ക്രൈറ്റീരിയ നോക്കി ഇവരെല്ലാം ഇവിടെ വരുന്നത്. അപ്പം ആ ഒരു പീരീഡ് അഡ്മിഷൻ സമയത്ത് പിന്നെ ആദ്യകാലത്ത് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊട്ടാരം ക്യാമ്പസിലേക്ക് വന്നു, അതുപോലെ മുത്തോലിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കും റോഡ് ബ്ലോക്ക് ആകാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഓൺലൈൻ സംവിധാനം, നമ്മൾ ഓൺലൈൻ അഡ്മിഷൻ എടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടിയും ഇവിടെ പാലേക്ക് വരേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് അഡ്മിഷൻ എടുക്കാം, ഫീസ് അടയ്ക്കാം, ക്ലാസ് തുടങ്ങുമ്പോൾ മാത്രം അവരിവിടെ വന്നാൽ മതി. അതൊരു വലിയ മാറ്റമാണ് ആദ്യകാലത്തേതിൽ നിന്ന്. പിന്നെ നമ്മുടെ ലൈബ്രറി, ആദ്യകാലത്ത് നമുക്ക് ഒരു ലൈബ്രറി, ഒരു ബുക്ക് പോലും ഇല്ലായിരുന്നു.
ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ആദ്യം ലൈബ്രറി തുടങ്ങാൻ വേണ്ടി നമ്മുടെ ഡയറക്ടേഴ്സ്, അതിൻ്റെ കൂടെ ഞാനും പോയിരുന്നു, നോബൽ സാർ ഉണ്ടായിരുന്നു, റോയ് ജി ഉണ്ടായിരുന്നു. നമ്മൾ കോട്ടയം ടൗണിൽ കൂടെ എല്ലാ ബുക്ക് സ്റ്റോളിൽ കൂടെയും കയറി നടന്നിട്ട് കമ്മീഷൻ ചോദിക്കുക. ഒരു ബുക്കിന് ഇത്ര രൂപ കമ്മീഷൻ തരുവാണെങ്കിൽ 10 ബുക്ക് എടുക്കുക. ഇങ്ങനെ നടന്ന് കോട്ടയത്തോടെ നടന്ന് ബുക്ക് വാങ്ങി KSRTC ബസ്സെ കയറ്റി പാലായി കൊണ്ടുവന്നാണ് നമ്മുടെ ആദ്യത്തെ ലൈബ്രറി തുടങ്ങി. ഇപ്പം കണ്ടെയ്നറിനല്ല നമ്മുടെ ബുക്സ് വരുന്നത്, നമ്മുടെ ബുക്ക് ആൾക്കാർ വന്ന് ഇവിടെ വന്ന് മിക്കവാറും എല്ലാ പബ്ലിക്കേഷൻസും അവരുടെ എക്സിബിഷൻ നടത്തുവാണ് നമ്മുടെ ക്യാമ്പസിൽ. അതൊക്കെ ഭയങ്കര മാറ്റമാണ് ആദ്യകാലത്തിൽ നോക്കി കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വളർച്ച കാണാൻ തന്നെ ഭയങ്കര നമ്മുടെ മക്കൾ വളരുന്ന പോലെ തന്നെ നമുക്കിത് നോക്കി നിന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു വളർച്ചയായിരുന്നു ബ്രില്യൻ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ ഇപ്പം വന്നിട്ട് അധികം നാളുകളായിട്ടല്ലോ, അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്കും ബ്രില്യൻറ്റിൻ്റെ ആ ഒരു ഫെയിമാണ് നമ്മൾ കാണുന്നത്. കാരണം എവിടെ പറഞ്ഞാലും ബ്രില്യൻറ്റിനെ അറിയാം. അപ്പം ബ്രില്യൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ള ഒരു റെസ്പോൺസ്. പക്ഷേ ഈ പറയുന്ന ഫ്രം ദ വെരി ബിഗിനിങ് അത് ഏറ്റവും ചെറിയ ഒരു പ്രസ്ഥാനമായിട്ട് നിന്ന്, പ്രസ്ഥാനം എന്ന് തന്നെ വിളിക്കാൻ പറ്റാത്ത ആ ഒരു ഭാഗത്ത് നിന്ന് ഇന്ന് ബ്രില്യൻ്റ് എത്തി നിൽക്കുന്നിടത്തേക്ക് വന്നേക്കുന്ന ആ ഒരു ഹോൾ ജേണി. ഇപ്പം ഐ നോ ഇറ്റ് വാസ് നോട്ട് ഈസി. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു 40 വർഷം എന്ന് പറയുന്നത് ഒരു കുറഞ്ഞ കാലഘട്ടമല്ല. അപ്പം ആ ഒരു കാലഘട്ടം അത്രയും നടന്ന് വന്ന നാൾവഴികൾ അതെങ്ങനെയാണ് സാർ? അത് ആദ്യകാലത്ത് നമുക്ക് ബ്രില്യൻ്റ് പോകാമെന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് പറയാൻ തന്നെ നാണക്കേടാ. ട്യൂഷൻ എടുക്കാൻ പോകല്ലേ അതല്ലേ അല്ലേ? അപ്പം വേറെ പണിയൊന്നും കിട്ടിയില്ല. നാട്ടുകാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അല്ലേ, നമ്മൾ ബസ്സിന് കയറിയല്ലേ പോകുന്നത്, അപ്പം വേറെ ജോലിയൊന്നും കിട്ടിയില്ലേ, അവിടെ ട്യൂഷൻ എടുത്ത് തന്നെ കിട്ടും എന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് ബ്രില്യൻ്റിലാണ് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. എന്നിപ്പം വേറെ ഏത് ഗവൺമെൻറ് ജോലി ഉണ്ടെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്റ്റാറ്റസ് കൊണ്ട് നമുക്ക് ആ ഒരു മഹത്വം ഉണ്ട് ഇന്നിപ്പം ബ്രില്യൻ്റിലാണ് പഠിക്കുന്നത്. അതൊരു വലിയ മാറ്റമല്ല ഇതിട്ടില്ലേ, ആ ഒരു ഇതിട്ടില്ലേ. അവിടെ നമുക്ക് പറയാനുള്ള നാണക്കേടായിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഇന്ന് ധൈര്യമായിട്ട് ആരുടെ മുമ്പിൽ ഇറങ്ങി നിന്ന് പറയാനുള്ള ഒരു ധൈര്യം അതിട്ടില്ലേ ഇല്ലേ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ദൈവനിയോഗമായിട്ടാണ് പലപ്പോഴും. വേറെ എവിടെയെങ്കിലും ഒരു എൻ്റെ ബ്രദേഴ്സിൻ്റെ ഒക്കെ നോക്കുക, ഞങ്ങൾ കൂടുതൽ ആളുകളും ഞാൻ പറഞ്ഞില്ല ടീച്ചേഴ്സായിപ്പോയി. അപ്പം 55 വയസ്സ് റിട്ടയർ ചെയ്യാൻ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു. ഞാൻ ഇന്നും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ 7.25 മണിക്കൂർ 3 ക്ലാസ് എടുത്തു. അപ്പോൾ അത് അത്രയും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അത് ബ്രില്യൻ്റ് തന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാം പുറകിൽ ബ്രില്യൻ്റ് തന്നെയായിരുന്നു. കാരണം ബ്രില്യൻ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹ സപ്പോർട്ടും മോണിറ്ററി സപ്പോർട്ടും ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് ഒരു ലൈഫ് തന്നെ പടുത്തുയർത്താൻ സാധിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ ചരിത്രം എന്ന് പറയുന്നതും ബ്രില്യൻ്റിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് എനിക്കൊന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അക്ഷരം തെറ്റാതെ ബ്രില്യൻറ്റിൻ്റെ നെടുന്തൂണ് എന്ന് നമ്മൾ സാറിനെ വിശേഷിപ്പിച്ചതും ഈ ഒരു സീരീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ സാറിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. കാരണം ആ ഒരു വാക്കിനോട് ഇത്രയധികം ഒരു നീതി പുലർത്തുന്ന ഒരാളെ നമുക്കിപ്പം അവിടുന്ന് കണ്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അതുകൊണ്ട് അത്രത്തോളം ബ്രില്യൻറ്റുമായിട്ട് എഴുകി ചേർന്ന ഈ ഒരു 40 വർഷത്തെ ജേണി. ഇപ്പം സാറിനെ കാണുമ്പോഴത്തേക്കും തന്നെ നമുക്കും സന്തോഷമാണ്. അവിടെ വരുന്ന ഓരോ ആൾക്കാരും സാറും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ എല്ലാവരെയും സ്വീകരിക്കുന്നത്. ഇപ്പം ഒരു വലിപ്പ ചെറുപ്പമോ ഒന്നും നമ്മളടുത്ത് ആരോടും, അത് സഹപ്രവർത്തകരാണേലും ശരി വിദ്യാർത്ഥികളാണേലും ശരി, ആരോടും സാർ അങ്ങനെ ഒരു വ്യത്യാസം കാണിച്ചിട്ടില്ല. എപ്പോഴും ഈ ചിരിക്കുന്ന മുഖമാണ് ഞങ്ങൾ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പം സാർ അതെന്ന് പറയുന്നത് എനിക്കൊന്ന് ബ്രില്യൻറ്റിൻ്റെ ഒരു പാറ്റേൺ ആണെന്ന് തോന്നുന്നു, എല്ലാവരെയും അങ്ങ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം മുതലേ അങ്ങനെയായിരുന്നു. നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞില്ല, എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്ത് പോകുമായിരുന്നുണ്ട്. അവർ ഒരു തരത്തിലുള്ള ഇപ്പം ഞങ്ങൾ ഡയറക്ടറാണ്, ഞങ്ങൾ ജോലിക്കാരാണ്, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. ഇപ്പം 2 സീറ്റേ ഉണ്ടെങ്കിൽ അവർ 2 സാറുമാരുണ്ടെങ്കിൽ 2 സാറുമാരേ ഇരുത്തുള്ളൂ, 2 സാറുമാരേ ഇരുത്തുള്ളൂ, അല്ല അവരിയ്ക്കുകയല്ലായിരുന്നു. ആദ്യകാലത്തെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം കെ.വി. എബ്രഹാം സാറും തെള്ളി സാറും അവിടെ ഉണ്ട്. അവിടെ സ്റ്റാഫ് റൂമിൽ ഇരിക്കാൻ 2 കസേരയേ ഉള്ളൂ, അവരാരും ഇരിക്കുകയല്ല. ഇതിട്ടില്ലേ ഡയറക്ടേഴ്സ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡ്
നമുക്ക് നമ്മളെ തന്നെ സന്തോഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ബ്രില്യൻറ്റിലാണെങ്കിൽ. ഞാൻ പറയും എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ ബ്രില്യൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതൊന്നുമില്ല. വീട്ടിൽ ഇതൊക്കെയുണ്ട്. ഇപ്പോഴും ആ ഒരു വൈബ്രന്റ് എനർജിയിൽ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് സാറിനെ പറ്റി നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, അന്ന് സാറ് വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും ആ ഒരു എനർജി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ്. എനിക്ക് ആദ്യമൊക്കെ ഒരു 2 മണിക്കൂർ അടുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും മടുക്കുമായിരുന്നു, പക്ഷെ ഇപ്പം കുഴപ്പമൊന്നുമില്ല. 2 മണിക്കൂർ ഒരു സെക്ഷൻ തന്നെ ഇതിൻ്റെ പോകുന്നതിനും കുഴപ്പമൊന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. അതെ. അപ്പോൾ സാർ വളരെയധികം സന്തോഷം. ഈ പറയുന്ന പോലെ ബ്രില്യൻറ്റിൻ്റെ നമുക്ക് ആർക്കും അറിയാത്ത ചരിത്രങ്ങൾ സാറിനറിയാം. അപ്പം അതിനെപ്പറ്റിയുള്ള കുറേയധികം കാര്യങ്ങൾ ഞങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങളൊന്ന് കാണിക്കാം. ഇതൊരു മിനി ബ്രില്യൻറ്റ് തന്നെയാണല്ലോ സാർ? ഇതൊരു മിനി ബ്രില്യൻറ്റ് തന്നെയാണ്. ബ്രില്യൻറ്റ് ഒരു ചെറിയ മ്യൂസിയം കൂടിയാണ്. കാരണം ഒരുപാട് പഴയ സാധനങ്ങൾ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. കുറേ പഴയ കാര്യങ്ങൾ 2000 മുതൽ നമ്മുടെ ഇവിടെ ബ്രെയിൻ ബാങ്ക് അതുപോലുള്ള സ്റ്റഡി മെറ്റീരിയലിൻ്റെ കോപ്പീസ് 2024 വരെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രില്യൻറ്റിൻ്റെ പഴയ ബ്രോഷേഴ്സാണ്. ഇത് നമ്മുടെ പഴയ ബ്രോഷേഴ്സാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് IIT ഇൻഡിപെൻഡൻറ്റ് വിങ് തുടങ്ങിയപ്പം നമുക്ക് നമ്മൾ അടിച്ച ബ്രോഷർ 2012. അതുപോലെ എല്ലാ ബ്രോഷേഴ്സും തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ നിനോയുടെ ഫോട്ടോ ഉള്ള ബ്രോഷറാണ്. 2005 നിനോയുടെ ഫോട്ടോ ഉള്ള ഇതാണ് നിനോയുടെ ഫോട്ടോ ഉള്ള ബ്രോഷർ. അപ്പം എല്ലാം തന്നെ എല്ലാ സാധനങ്ങളും തന്നെ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം ഞാനിവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ ഇതുവരെയുള്ള എല്ലാ വിക്ടറി ഡേയുടെ ഇൻവിറ്റേഷൻ കാർഡുകൾ, അതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട് എൻ്റെ കയ്യിൽ. ഇതുവരെയുള്ള നമ്മുടെ വിക്ടറി ഡേയുടെ ഇൻവിറ്റേഷൻ കാർഡ് കളക്ഷൻ, അത് ഞാൻ അതിൽ മിസ്സിനെ കാണിക്കാൻ വിട്ടുപോയി. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബ്രോഷർ. നമ്മുടെ ആദ്യം അഡ്മിഷൻ കിട്ടിയവരുടെ പടങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ നമ്മുടെ ആദ്യത്തെ ബ്രോഷറാണ്. അതിൽ 1988 നമ്മുടെ ആദ്യത്തെ ബ്രോഷർ ഇറങ്ങിയത്. പിന്നെ പഴയ കുറേ ഫോട്ടോകൾ ഇതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 2005 OMR ഷീറ്റാണ്. 2005 ഒരു OMR ഷീറ്റ് ഞങ്ങളൊക്കെ എഴുതി പഠിച്ച. പിന്നെ ഒരു കാര്യം ഇതുണ്ടല്ലോ, നമ്മുടെ ആദ്യ കാലത്തെ നോട്ട്സ്, അത് ഇതുണ്ട്. ഇതാണ് നമ്മൾ ടൈപ്പ് റൈറ്റർ ചെയ്ത് സൈക്ലോസ്റ്റൈല് ചെയ്യാന്ന്. ഇത് 1997 സാധനമാണ്. ഇത് 1997 നമ്മുടെ നോട്ട്സാണ്. അതിൻ്റെ ഒരു കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2000 നമ്മൾ ആദ്യമായിട്ട് നമുക്കൊരു DTP ചെയ്ത് നമ്മുടെ ഒരു നോട്ട് ഇറങ്ങിയത് 2000 അത് എല്ലാം വെച്ചിട്ടുണ്ട്. 2006 നമ്മുടെ പുതിയ വിക്ടറി ഡേയും നമ്മുടെ A ബ്ലോക്കിൻ്റെ ഇനാഗുറേഷൻ കൂടെയുള്ള 2006 ബ്രോഷറുണ്ട്. ഇതുണ്ട്. ഇങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 50 വർഷം മുമ്പുള്ള ഒരു പത്രം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇത് 1900 മിസ്സിന് നോക്കൂ, 1970 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്തെ പത്രങ്ങൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവിടെ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണ്. കരുണാകരനെ പണ്ടെന്ന് കരുണാകരനെ സോർട്ടഡ് ഔട്ട് എന്ന് പറഞ്ഞ നമുക്ക് ഇതിട്ടുള്ള 1987 ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സാധനം, ഇത് എനിക്ക് ഞാൻ 10ാം ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റിനാണ് കിട്ടിയ അവാർഡാണ്. അതിൽ അതന്ന് ഹെഡ്മാസ്റ്ററുടെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നത്തെ പിള്ളേരെ എനിക്ക് എൻ്റെ മക്കളെയൊക്കെ കാണിക്കാമല്ലോ. ബെസ്റ്റ് സ്റ്റുഡൻറ് ഇൻ ദ സ്കൂൾ എന്നും പറഞ്ഞൊക്കെ ഒരു അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അതായിട്ടില്ല. എനിക്കൊന്ന് സാറിൻ്റെ മോൾക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവള് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ചരിത്ര രേഖകൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം അച്ചടിച്ച നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് സാർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ഇറങ്ങിയ സ്റ്റഡി മെറ്റീരിയൽ വരെ ഇപ്പോൾ സാറിൻ്റെ കയ്യിലുണ്ട്. പുതിയ മെറ്റീരിയലും ഇപ്പോൾ സാറിൻ്റെ കയ്യിലുണ്ട് 2025 അപ്പം നമ്മുടെ ഒരു DTPയുടെ ഒക്കെ ഒരു വളർച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമ്മുടെ DTP ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതും നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. മാത്തമാറ്റിക്സ് മാത്രമല്ല, കവിതകൾ, കഥകൾ, ഇതെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു കളക്ഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. ചിലപ്പതികാരം ഉൾപ്പെടെ, തത്വമസി ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഞാനിവിടെ വന്ന വഴിക്കൊരു ഇന്ദുലേഖ കണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ നമ്മുടെ പഴയ ഫോൺ, നമ്മുടെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവത്തില്ല, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന സാധനം, കറക്കി വിളിക്കുന്ന ഫോൺ എന്നിട്ടില്ലേ, കറക്കി വിളിക്കുന്ന ഫോൺ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് എന്നിട്ടില്ലേ. എന്റെ ബെല്ലൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കേട്ടിട്ട് കാണിയല്ലോ. ഈ സാധനം തന്നെ കണ്ടിട്ടുണ്ടാവില്ല കുട്ടികൾ, ഇങ്ങനെ കറക്കി വിളിക്കുന്ന സാധനം. ഇപ്പൊ എല്ലാവർക്കും മറ്റേ ടച്ച് അല്ലേ മിക്കവാറും എല്ലാരും തന്നെ കണ്ടിട്ടുള്ളത്. അതാണ് കീപാഡ് തന്നെ കണ്ടിട്ടുള്ളത് വളരെ കുറവാണ്. ഇപ്പൊ എല്ലാ തരത്തിലുള്ള ചരിത്രം ഉറങ്ങുന്ന ഒരു മുറിയാണ് സാർ ഇപ്പം നമ്മളുമായിട്ട് ഇവിടെ പങ്കുവച്ചിരിക്കുന്നത്. അപ്പം ഒത്തിരി സന്തോഷം സാർ. അപ്പം എല്ലാവർക്കും പരിചയമുള്ള ഒരു റോയ് സാർ, അതായത് ഒരു മികച്ച അധ്യാപകൻ, അതല്ലെങ്കിൽ നമ്മളെ എല്ലാ തരത്തിലും മെൻറ്റർ ചെയ്യുന്നൊരു ദ ബെസ്റ്റ് മെൻറ്റർ, ആ ഒരു മേഖലകളിൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും റോയ് തോമസ് സാറിനെ അറിയാവുന്നത് അല്ലേ. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും കാണാപ്പുറങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ സീരീസ് വഴിയാണ് പലരും അറിഞ്ഞിട്ടുണ്ടാവുക. അവരുടെ കുടുംബം, അതുപോലെ തന്നെ അവർക്ക് ഈ അധ്യാപനമല്ലാതെ ഉള്ള മറ്റ് ഹോബികൾ, കൂടുതലായിട്ട് അവരെ പറ്റി നമ്മൾ അറിയുന്നത് ഇത്തരത്തിലുള്ള വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിലൂടെയാണ്. അപ്പം ഒത്തിരി സന്തോഷം സാർ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലൊരു കൗതുക ലോകമാണ് ഞങ്ങൾക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നതെന്നുള്ളത്. സാറിൻ്റെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം ഏതൊരു വിജയായ പുരുഷൻ്റെ പുറയിലും ഒരു സ്ത്രീ ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മുടെ റോയ് തോമസ് സാറിൻ്റെ എല്ലാ വിജയങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ പുറയിൽ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ നിൽക്കുന്ന സാറിൻ്റെ വൈഫ് നമ്മളോടൊപ്പം ഉണ്ട്. മാഡത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ടെസ്സി, പാലായിലാണ് വീട്. ഞാൻ ടീച്ചറായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഒരു 3 വർഷമായി. ടെക്നിക്കൽ സ്കൂൾ തീക്കോയിൽ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. ഓക്കെ. അപ്പം റിട്ടയർഡ് ലൈഫ് ഇപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റിട്ടയർഡ് ലൈഫ് ചെറുതായിട്ടൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം സാറിന് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് മാഡം കൂടെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പം സാറിൻ്റെ ഈ ഒരു അധ്യാപന ജീവിതത്തിൽ, അല്ലെ ബ്രില്യൻറ്റും ആയിട്ടുള്ള സാറിൻ്റെ ബന്ധം മിസ്സും ആദ്യം മുതൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് മിസ്സിന് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും? ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പം ബ്രില്യൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ബിൽഡിംഗ് ആയിരുന്നു. അൽഫോൻസ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറിയ ബിൽഡിംഗ് ആയിരുന്നു. അപ്പം അതിന് ശേഷമാണല്ലോ ബ്രില്യൻ്റ് ഇത്രയും വളർന്നു വന്നത്. അപ്പോൾ റോയ്ക്ക് ബ്രില്യൻ്റ് എന്ന് പറയുമ്പോഴത്തേനും ബ്രില്യൻറ്റിന് വേണ്ടി എന്തും ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയുള്ള ആളാണ്. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ സ്ഥിതിയിലാണെങ്കിൽ പഠിപ്പിക്കാനൊന്നും ഇതുപോലെ സോഴ്സസ് ഒന്നും ഇല്ലാത്തപ്പോഴും കഷ്ടപ്പെട്ടിരുന്ന് പഠിപ്പിച്ചിട്ടൊക്കെ ക്ലാസ്സിൽ പോകുന്നത് കാണാമായിരുന്നു. ഇപ്പോൾ ഇത്ര വർഷത്തെ പരിചയം ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും രാത്രിയിലൊക്കെ ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോകുന്നുള്ളൂ. ബ്രില്യൻറ്റിൻ്റെ 40 വർഷത്തെ ചരിത്രം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മുടെ വെരി ഫസ്റ്റ് ക്യാമ്പസ് മുതൽ നമ്മുടെ A ബ്ലോക്ക്, അതുപോലെ തന്നെ കൊട്ടാരം ക്യാമ്പസ്, ഇന്ന് ഇതാ ഇവിടെ D ബ്ലോക്കിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഒരു മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് സാർ. അതുപോലെ തന്നെ അന്നത്തെ നമ്മുടെ ഒരു അധ്യാപന ലോകവും ഇന്നത്തെ അധ്യാപന ലോകവും സാർ അതെങ്ങനെയാണെന്ന് വിലയിരുത്തുന്നത്? നമ്മൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അന്ന് നമ്മൾ വളരെ ലിമിറ്റഡ് ആളുകളല്ലേ ഉണ്ടായിരുന്നല്ലോ.
ഡയറക്ടർമാർ കൂടാതെ ഒരു 4-5 സാർമാർ, അത് കഴിഞ്ഞ് 8-10 പേരായി. അപ്പം അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരെയും ടീച്ചേഴ്സിനെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ള ആരാന്ന് അവർ എന്താണ് എന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ വളർന്നു വന്നപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനെ മാത്രം അറിയാറായി, അവരുടെ ഫാമിലിയെ നമുക്ക് അത്ര പരിചയം ഇല്ലാതായി. അത് കഴിഞ്ഞ് ഇപ്പം വന്ന് നമ്മൾ 700 പേരോളം കൂടി അധ്യാപകർ തന്നെ 700 പേരോളം. ഇന്നും പക്ഷേ എല്ലാവരും സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ഗ്രൂപ്പുകളുണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഗ്രൂപ്പുകൾ വഴി സൗഹൃദം നിലനിർത്തുന്ന ഒരുപാട് പേരുണ്ട്. നേരിൽ കണ്ടിട്ടില്ലാത്തവർ പോലും ഫോൺ വിളിച്ചും അതുപോലെ തന്നെയും സൗഹൃദവും സ്നേഹവും നിലനിർത്തുന്ന ധാരാളം ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഓക്കെ. ഇപ്പം വിരലുണ്ടാകുന്ന ആളുകളെ തുടങ്ങി ഇന്നിപ്പം അറൗണ്ട് 700 ആളുകളാണ്, 700 അധ്യാപകരാണ് ബ്രില്യൻറ്റിൻ്റെ ഭാഗമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനായിട്ടുള്ളത്. അപ്പം അതെന്ന് പറയുന്നത് വലിയൊരു വളർച്ച തന്നെയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഓരോ ആൾക്കാരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം സാറ് പറഞ്ഞു. നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ ആൾക്കാരും, അത് പ്രായഭേദമന്യേ നമ്മുടെ ഓരോ അധ്യാപകരും അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആക്സെപ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളിവിടെ ഒരിക്കലും ആരെയും മാറ്റി നിർത്താറില്ല. എപ്പോഴും പറയുന്നതല്ലോ, ബ്രില്യൻറ്റ് ഫാമിലി എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്, നമ്മൾ ഓരോരുത്തരെയും അറിയപ്പെടുന്നത്. സോ ആ ബ്രില്യൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ, അത് തന്നെയാണ് ഇവിടെ ബ്രില്യൻറ്റിലും നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നത്. അത് അധ്യാപകരായിക്കോട്ടെ അനധ്യാപകരായിക്കോട്ടെ, ബ്രില്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും നമ്മൾ ഒരൊറ്റ കുടക്കീഴിൽ ഒരൊറ്റ കുടുംബമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് ഇന്നും ബ്രില്യൻറ്റിൻ്റെ ജൈത്രയാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പം വീണ്ടും ഇത്തരത്തിലുള്ള ഒത്തിരി അനുഭവങ്ങൾ സാറ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനും, അതുപോലെ നമ്മൾ ബ്രില്യൻറ്റ് കുടുംബമാണ്, ബ്രില്യൻറ്റ് ഫാമിലിയാണ്. അപ്പം എല്ലാവരും അങ്ങോട്ട് പരസ്പരം മനസ്സിലാക്കാനും സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാനും ബാധ്യസ്ഥരുമാണ്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ എത്രമാത്രം ബ്രില്യൻറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയുടെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. സോ താങ്ക് യു സോ മച്ച് സർ. എല്ലാ തരത്തിലുള്ള വിവരങ്ങളും, അതായത് ബ്രില്യൻറ്റിനെ പറ്റിയുള്ള ഒത്തിരി നല്ല അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒത്തിരിയധികം സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.